ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വെണ്ണറ. പ്രധാന വാർത്തകൾ. അമ്പനാട് സമരം 2ാം ദിവസം പിന്നിടുന്നു. ഇടത് വലത് സംഘടനകളുടെ ജനപ്രതിനിധികൾ നിരാഹാര സമരത്തിൽ.
അമ്പനാട് TR&T എസ്റ്റേറ്റ് സമരവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പരാജയം. മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചർച്ചയിൽ ഹാജരായില്ല. വിശ്വകർമ്മ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി BMS തൊഴിലാളി ദിനം ആചരിച്ചു. കിഴക്കൻ മേഖലയിൽ വിവിധ ഇടങ്ങളിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അമ്പനാട് TR&T എസ്റ്റേറ്റിൽ തൊഴിലാളികൾ നടത്തിവരുന്ന സമരം 2ാം ദിവസം പിന്നിട്ടു. ഇടത് വലത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നടത്തിവരുന്ന നിരാഹാര സമരവും തുടരുകയാണ്. അമ്പനാട് TR&T എസ്റ്റേറ്റിൽ തൊഴിലാളികൾ നടത്തിവരുന്ന സമരം 2ാം ദിവസം പിന്നിട്ടു. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് എസ്റ്റേറ്റ് മാനേജർ അനിൽ മഹാരാജിനെ തടഞ്ഞുവെച്ചാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. 2ാം ഘട്ടത്തിൽ നിരാഹാര സമരവുമായി ജനപ്രതിനിധികളും രംഗത്തെത്തി. INTUC യൂണിയന് വേണ്ടി ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. അയ്യമ്മാളും ഇടത് യൂണിയനുകൾക്ക് വേണ്ടി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജുലാൽ പാലസും ജൂലിയറ്റ് മേരി എന്നിവരുമാണ് നിരാഹാരം നടത്തുന്നത്. ബുധനാഴ്ച വൈകിട്ട് എസ്റ്റേറ്റ് മാനേജറുമായി യൂണിയൻ നേതാക്കൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മാനേജറെ തടഞ്ഞുവെച്ച് സമരം ആരംഭിച്ചത്. രാത്രിയിൽ തെന്മല പോലീസ് എത്തി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ രാത്രി വൈകി അമ്പനാട് എത്തിയിരുന്നു. വ്യാഴാഴ്ച പകൽ ഉപരോധ സമരം CPM പുനലൂർ ഏരിയ സെക്രട്ടറി M. A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഉച്ചയോടെ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു അമ്പനാടെത്തി സമരക്കാരെ അഭിവാദ്യം ചെയ്തു. ട്രേഡ് യൂണിയൻ നേതാക്കളായ H. രാജീവൻ, KG ജോയ്, H. അബ്ദുൽ ഖാദർ, നവമണി, PB അനിൽമോൻ തുടങ്ങിയവർ സംസാരിച്ചു. നീണ്ട 22 മണിക്കൂറിന് ശേഷമാണ് എസ്റ്റേറ്റ് മാനേജറെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. സമരക്കാർ കൂക്കുവിളികളോടെയാണ് മാനേജറെ വിട്ടയച്ചത്. ലൈവ് വാർത്ത തെന്മല. അമ്പനാട് TR&T എസ്റ്റേറ്റിൽ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ചേരിതിരിഞ്ഞുള്ള സമരമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. CI2, AITUC യൂണിയനുകളുടെ ഓഫീസ് പടിക്കലും INTUC നേതൃത്വത്തിൽ എസ്റ്റേറ്റിലെ പ്രധാന കവാടത്തിലുമാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അമ്പനാട് TR&T എസ്റ്റേറ്റിൽ ട്രേഡ് യൂണിയനുകളുടെ ചേരിതിരിഞ്ഞുള്ള സമരമാണ് നടന്നുവരുന്നത്. CITU, AITUC യൂണിയനുകൾ ഓഫീസ് പടിക്കലും INTUC യൂണിയന്റെ നേതൃത്വത്തിൽ എസ്റ്റേറ്റിന്റെ പ്രധാന കവാടത്തിലുമാണ് സമരം നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് എസ്റ്റേറ്റ് മാനേജറെ തടഞ്ഞുവെച്ചായിരുന്നു സമരം ആരംഭിച്ചതെങ്കിൽ വ്യാഴാഴ്ച രാവിലെ മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ച് ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് B. അയ്യമ്മാൾ INTUC നേതൃത്വം നൽകുന്ന സമരം ആരംഭിച്ചു. പണിമുടക്കോടുകൂടിയാണ് ട്രേഡ് യൂണിയനുകൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. മൂന്നാർ സമരത്തിന്റെ അലകളാണ് അമ്പനാട്ടിൽ തൊഴിലാളികളെ സമരത്തിലേക്ക് നയിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ മൂന്നാറിൽ തൊഴിലാളികൾ നേരിട്ടായിരുന്നു സമരത്തിനിറങ്ങിയതെങ്കിൽ ഇവിടെ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. മിനിമം കൂലി 500 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ബോണസ് 20% മെഡിക്കൽ ബില്ലുകൾ അനുവദിക്കുക, ആശുപത്രി സൗകര്യം ഏർപ്പെടുത്തുക, ലയങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരുന്നത്. നിയമാനുസൃതമായ അവകാശങ്ങൾ പോലും തൊഴിലാളികൾക്ക് നിഷേധിക്കപ്പെടുകയാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. ഹാരിസൺ എസ്റ്റേറ്റുകളിൽ മാനേജർ തലത്തിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതെങ്കിൽ ഇവിടെ മാനേജർ കൈമലർത്തുകയാണെന്നും എസ്റ്റേറ്റ് ഉടമ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും നേതാക്കൾ പറയുന്നു. സമരം ഒത്തുതീർപ്പായില്ലെങ്കിൽ വരും ദിവസങ്ങൾ സമരത്തിന്റെ മുഖം മാറുമെന്നും തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ റബ്ബറിനും തേയിലയ്ക്കും വില ഒരുപോലെ ഇടിഞ്ഞെന്നും വില കിട്ടിയിരുന്ന സമയത്ത് തൊഴിലാളികൾക്ക് ബോണസ് അധികം നൽകിയിരുന്നുവെന്നുമാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ വാദം. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലൈവ് വാർത്ത തെന്മല. അമ്പനാട് തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട് റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചർച്ചയ്ക്ക് എത്തിയില്ല. അമ്പനാട് TR&T എസ്റ്റേറ്റിൽ നടന്നുവരുന്ന തൊഴിലാളികളുടെ സമരവുമായി ബന്ധപ്പെട്ട് റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പുനലൂർ TVയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും കമ്പനി പ്രതിനിധികളുടെയും ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ യോഗത്തിൽ എത്താതിരുന്നതാണ് ചർച്ച പ്രധാനമായും തകരാൻ കാരണം. ലേബർ കമ്മീഷന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തു നിന്നും എത്തിയപ്പോൾ കമ്പനിയുടെ പ്രതിനിധിയായി എസ്റ്റേറ്റ് ഓഫീസ് സൂപ്രണ്ട് മുരളീധരൻ മാത്രമാണ് ഹാജരായത്. ചർച്ച നടക്കാതിരിക്കുവാനും തൊഴിലാളി സമരത്തെ പുച്ഛിച്ചു തള്ളുവാനുമുള്ള മാനേജ്മെന്റിന്റെ രഹസ്യ അജണ്ടയാണ് കമ്പനിയുടെ ഭാഗത്തുനിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ എത്താതിരുന്നതിന് പിന്നിലെന്ന് തൊഴിലാളി നേതാക്കൾ വിലയിരുത്തി. തൊഴിലാളികൾ ആരംഭിച്ച സമരത്തിലെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനോ അംഗീകരിക്കാനോ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്താത്തത് മൂലം ലേബർ കമ്മീഷണർക്കും തീരുമാനമെടുക്കുവാൻ സാധിച്ചില്ല. പ്രധാനപ്പെട്ട പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുക്കുകയുണ്ടായില്ല. മാനേജ്മെന്റ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാണ്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് കമ്പനിയിലെ തൊഴിലാളികളെ സമരം നിർത്തി നോർമൽസി പുനഃസ്ഥാപിച്ചാൽ മാത്രം അദ്ദേഹം ചർച്ചയ്ക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റിന് മുമ്പാകെ വരാമെന്നാണ് പറഞ്ഞത്. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ നാരായണൻ നമ്പൂതിരി, ജില്ലാ ലേബർ ഓഫീസർ സിന്ധു, ഡെപ്യൂട്ടി ലേബർ ഓഫീസർ ബിന്ദു, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ മനോജ് കുമാർ, തൊഴിലാളി നേതാക്കളായ H. രാജീവൻ, M. A. രാജഗോപാൽ, മാമ്പഴത്തറ സലീം, H. അബ്ദുൽ ഖാദർ, R. പ്രദീപ്, R. സുരേഷ്, S. നവമണി തുടങ്ങിയവർ പങ്കെടുത്തു. കമ്പനിയുടെ പ്രതിനിധികൾ ആരും തന്നെ ഈ മീറ്റിംഗ് കോൺഫറൻസിൽ പങ്കെടുത്തില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ചർച്ച പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ സമരപരിപാടികൾ തുടർന്നുണ്ടാകും. ഇവിടെ സൂചിപ്പിച്ച പോലെ RJLC അദ്ദേഹം ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രിക്കടക്കം ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അടിയന്തരമായ ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം, ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകണം, ശക്തമായ നടപടികൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് സമരസമിതിയുടെ പേരിൽ പറയാനുള്ളത്. അതുണ്ടായില്ലെങ്കിൽ തുടർന്നുണ്ടാകുന്ന വിഷയങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതൊന്നും ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. സമരം പിൻവലിക്കേണ്ടെന്ന ഒരു ആവശ്യമില്ല. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം തുടരും. കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയെ കൊണ്ടൊരു മീറ്റിംഗ് വിളിപ്പിക്കുക. കേരളത്തിലെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കൊരു പ്രതീക്ഷയുണ്ട്. അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടിനാണ്. അതുകൊണ്ട് അടിയന്തരമായി തൊഴിൽ വകുപ്പ് മന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് മാനേജ്മെന്റിനെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ യൂണിയനുകൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ പരിഹരിക്കാനുള്ള സത്വര നടപടി സ്വീകരിക്കണം എന്നൊരു നിലപാടാണ് പൊതുവിൽ RJLCയുടെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ മുമ്പിൽ യൂണിയൻ നേതാക്കന്മാർ വെച്ചിട്ടുള്ളത്. അതിനാവശ്യമായ നിലപാടുകൾ RJLC എടുക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അമ്പനാട് സമരത്തെ ഗുണ്ടകളുടെ സമരമെന്ന് മാനേജ്മെന്റ് വിശേഷിപ്പിച്ചു. ചർച്ചയ്ക്കെത്തിയ മാനേജ്മെന്റ് പ്രതിനിധി ഹാജരാക്കിയ കത്തിലാണ് ആക്ഷേപം. അമ്പനാട് TR&T എസ്റ്റേറ്റ് സമരത്തെ മാനേജ്മെന്റ് ഗുണ്ടകളുടെ സമരമെന്ന് വിളിച്ച് അധിക്ഷേപിച്ചതായി ആരോപണം. പുനലൂർ TVയിൽ റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തൊഴിലാളി നേതാക്കളും മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ മാനേജ്മെന്റ് പ്രതിനിധി കൊണ്ടുവന്ന കത്തിലാണ് തൊഴിലാളി സമരത്തെ ഗുണ്ടകളുടെ സമരമെന്ന് വിളിച്ച് അധിക്ഷേപിച്ചത്. അതിജീവനത്തിനായുള്ള തൊഴിലാളി സമരത്തെ ഗുണ്ടാ സമരമെന്ന് അധിക്ഷേപിച്ച മാനേജ്മെന്റിന്റെ നിലപാടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മന്ത്രിയുടെ നിർദ്ദേശാനുസരണം RJLC ഉൾപ്പെടെയുള്ള ഉന്നതരായ തൊഴിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും എല്ലാ ട്രേഡ് യൂണിയന്റെയും നേതാക്കന്മാരും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. നിർഭാഗ്യവശാൽ നിരന്തരമായി നിയമലംഘനം നടത്തുകയും തൊഴിലാളികൾക്ക് യാതൊരു അവകാശവും കൊടുക്കാത്ത നമ്മുടെ ഇതിൻ്റെ ഓണർ മുതലാളി അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയൊരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തുവിടുകയാണ് ചെയ്തത്. ആ കത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഗുണ്ടകൾ തൊഴിലാളികൾക്കൊന്നും താല്പര്യമില്ലാതെ നടത്തുന്ന ഒരു സമരമാണിത്. അതുകൊണ്ട് ആ കാര്യത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സമരം ശക്തമായ അമ്പനാട് എസ്റ്റേറ്റിലെ അടച്ചുപൂട്ടിയ ആരോഗ്യ കേന്ദ്രങ്ങൾ അടിയന്തരമായി തുറന്നു പ്രവർത്തിപ്പിക്കാൻ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ ഉത്തരവ്. എസ്റ്റേറ്റ് തൊഴിലാളിക്ക് ഹൃദയാഘാതമുണ്ടായപ്പോൾ പ്രാഥമിക ചികിത്സ നൽകാൻ കഴിയാത്ത സാഹചര്യവും തൊഴിലാളി നേതാക്കൾ കമ്മീഷനെ അറിയിച്ചിരുന്നു. തുടർന്നാണ് നടപടി. അമ്പനാട് എസ്റ്റേറ്റിൽ സമരം ശക്തമായ സാഹചര്യത്തിൽ അടച്ചിട്ട ചികിത്സാ കേന്ദ്രങ്ങൾ അടിയന്തരമായി തുറന്നു പ്രവർത്തിപ്പിക്കാൻ റീജിയണൽ ലേബർ കമ്മീഷണർ മാനേജ്മെന്റിന് കർശന നിർദ്ദേശം നൽകി. തൊഴിലാളി സമരത്തിൽ പങ്കെടുത്തിരുന്ന 56 വയസ്സുള്ള ചിന്നത്തായി എന്ന തൊഴിലാളി കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ പ്രാഥമിക ചികിത്സ നൽകാൻ ആശുപത്രി സംവിധാനം ഇല്ലാത്തതും ആംബുലൻസ് സംവിധാനമില്ലാത്തതും മരണകാരണമായി തൊഴിലാളി നേതാക്കൾ ലേബർ കമ്മീഷനെ അറിയിച്ചിരുന്നു. തുടർന്നാണ് കമ്മീഷണർ മാനേജ്മെന്റ് പ്രതിനിധിക്ക് ചികിത്സാ കേന്ദ്രങ്ങൾ അടിയന്തരമായി തുറന്നു പ്രവർത്തിപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, elegant ethnic collections, pure 916 hallmark gold. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ശോഭ മെറ്റൽ സ്റ്റോർ. സ്റ്റീൽ, വെങ്കല പാത്രങ്ങൾ, പ്രസന്റേഷൻ സെറ്റുകൾ, നിലവിളക്കുകൾ, അന്ന അലൂമിനിയം പാത്രങ്ങൾ, പ്രസ്റ്റീജ്, ജാക്സൺ, ഐഡിയൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്രഷർ കുക്കേഴ്സ്, പ്രീതി മിക്സി, പിജിയൻ ഓട്ടോമാറ്റിക് സ്റ്റൗ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡറുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇഷ്ടാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ശോഭ മെറ്റൽ സ്റ്റോർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475 2222 280 94472 06383. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻസ്. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 9947 697.
തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15ാം വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ജനമനസ്സിൽ മാറി മാറി വരുന്ന പുത്തൻ പ്രതീക്ഷകൾക്കൊപ്പം വമ്പിച്ച വിലക്കുറവും എക്സ്ചേഞ്ച് മേളയും സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. പ്രമുഖ കമ്പനികളായ വേൾപൂൾ, സാംസങ്, LG, ഗോദ്രേജ്, ഇലക്ട്രോലൈസ്, കെൽവിനേറ്റർ, സോണി, ഷാർപ്പ് എന്നീ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും റെപ്കോ, സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. BMS നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പൊതുസമ്മേളനവും പ്രകടനവും സംഘടിപ്പിച്ചു. ഭാരതത്തിന്റെ തൊഴിലിന്റെ ആചാര്യനായ വിശ്വകർമാവിന്റെ ജയന്തി ആഘോഷിക്കുന്ന വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് BMS പുനലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ചെമ്മന്തൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം BMS ജില്ലാ വൈസ് പ്രസിഡന്റ് പരിമളം ശശി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് G ബാലചന്ദ്രക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി സുരേഷ് മോഹൻ സ്വാഗതം പറഞ്ഞു. RSS താലൂക്ക് സംഘചാലക് P ഉണ്ണികൃഷ്ണൻ, ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിളക്കുടി രാജേന്ദ്രൻ, മേഖലാ വൈസ് പ്രസിഡന്റ് രജി നായർ തുടങ്ങിയവർ സംസാരിച്ചു. പത്തനാപുരത്ത് നടന്ന പ്രകടനം കല്ലുംകടവിൽ നിന്നും ആരംഭിച്ച് സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് മേഖലാ വൈസ് പ്രസിഡന്റ് കവലയിൽ മോഹന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം BMS ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ദേശീയബോധമുള്ള ഒരു തൊഴിലാളി സംഘടന തൊഴിലാളി ദിനമായിട്ട് ഏത് ദിവസമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ഗുരുജിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, വിശ്വകർമാവിന്റെ ജന്മദിനമായ
വിശ്വകർമ്മ ജയന്തി തന്നെയാണ് അത് ഏറ്റവും അനുയോജ്യമായ ദിവസം. നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചായാലും സമൂഹത്തെ സംബന്ധിച്ചായാലും ജനിപ്പിച്ച മാതാവിനോടും പിതാവിനോടും ഉള്ള അതേ കടപ്പാട് തന്നെയാണ് ഹരി എന്നൊരു അക്ഷരം അല്ലെങ്കിൽ ഒരു തൊഴിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആ വ്യക്തിയോട് നാം ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നിലപാടിന്റെ പഠനത്തിന്റെ സംസ്കാരമാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെ നിലത്തിലെടുത്ത് ആശാസിപ്പിച്ച ആശാനെ ഇന്ന് കണ്ടാലും നമസ്കരിക്കാൻ നാണം കാണിക്കാത്ത, അതൊരു മാനക്കേടാണെന്ന് കരുതാത്ത ഒരു സമൂഹമാണ് ഭാരതത്തിന്റെ സംസ്കാരം. BMS മേഖലാ സെക്രട്ടറി ജി സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. RSS ജില്ലാ സഹകാര്യവാഹ് അനിൽകുമാർ, NGO സംഘ് ജില്ലാ സെക്രട്ടറി PV മനോജ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി S സൈദുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. BMS അഞ്ചൽ മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ നടന്ന ദിനാചരണത്തിന്റെ ഭാഗമായി അമ്പലക്കടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കുളത്തൂപ്പുഴ ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി R പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് രവി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ഏരൂർ മോഹനൻ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ വിളക്കുപാറ രാജൻ, കുളത്തൂപ്പുഴ രാജൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് BMS നേതാക്കളായ സുനിൽകുമാർ, ഗണേശൻ, അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. DCCയുടെ നിർദ്ദേശപ്രകാരമുള്ള പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് സമാഹരിച്ച ഫണ്ട് DCC പ്രസിഡന്റ് V സത്യശീലൻ ഏറ്റുവാങ്ങി. പത്തനാപുരം, തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സമ്മേളനവും സംഘടിപ്പിച്ചു. പത്തനാപുരം, തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സമ്മേളനവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് D സത്യശീലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു സർക്കാരാണ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഈ സംസ്ഥാനത്ത് തുടരുന്നത്. കഴിഞ്ഞ 5 വർഷം ഈ സംസ്ഥാനത്ത് ഭരിച്ച അച്യുതാനന്ദന്റെയും ഇടതുമുന്നണിയുടെയും ഭരണത്തിൽ കഷ്ടപ്പെടുന്നവർക്ക്, പാവങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, അധ്വാനവർഗങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന് അനുഭവത്തിലൂടെ കണ്ടുകയാൻ കഴിഞ്ഞു. ഈ 4 വർഷങ്ങൾക്ക് മുമ്പ് അധികാരമേറ്റ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്ന കാരുണ്യപരമായ നടപടികൾ പാവപ്പെട്ടവരെയും അധ്വാനവർഗങ്ങളെയും രോഗികളെയും രക്ഷിക്കാൻ ആവശ്യമായ നടപടി കേരള ഗവൺമെന്റിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുൻ DCC പ്രസിഡന്റ് ഡോക്ടർ G പ്രതാപവർമ്മ തമ്പാൻ മുഖ്യപ്രഭാഷണം നടത്തി. R ബാലകൃഷ്ണപിള്ളയ്ക്കും മകനും MLA-യുമായ ഗണേഷ് കുമാറിനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഗണേശനെതിരായി ആത്മാഭിമാന റാലി നടന്ന മണ്ഡലമാണ് പത്തനാപുരം മണ്ഡലം. വളരെ മുതൽ ഇവിടം വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ചങ്ങല പിടിച്ച് ഈ ഗണേശൻ വന്ന പെണ്ണുപിടിയനെ ഈ പിടിച്ച് ജയിലിലിടുമെന്നും പറഞ്ഞ് ജാഥ നടത്തി ഉദ്ഘാടനം ചെയ്ത രാജഗോപാൽ സഖാവിന്റെ നാടാണ് പത്തനാപുരം. ബ്ലോക്ക് പ്രസിഡന്റ് ചെമ്പനരി മുരളി അധ്യക്ഷത വഹിച്ചു. KPC സെക്രട്ടറി G രവികുമാർ, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, UDF ചെയർമാൻ ബാബു മാത്യു, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഷെയ്ഖ് പരീർ, P ജർമിയാസ്, മണ്ഡലം പ്രസിഡന്റുമാരായ JL നസീർ, പുന്നല ഉല്ലാസ് കുമാർ, കറവൂർ സുരേഷ്, മധുസൂദനൻ, സുദർശനൻ, DCC അംഗങ്ങളായ പള്ളിത്തോപ്പിൽ ഷിബു, JM ഷൈജു, തുളസീധരൻ, MA സലാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പനമ്പട്ട വാർഡിൽ പുതുതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. KB ഗണേഷ് കുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ അംഗൻവാടികളിലും ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള സംവിധാനം എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് ഗണേഷ് കുമാർ MLA പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്കായി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ മന്ത്രിയെ ഫോണിൽ കിട്ടില്ലെന്നും അതിനാൽ വികലാംഗർക്ക് സ്കൂട്ടർ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ദഗതിയിലാണെന്നും MLA കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് അധ്യക്ഷത വഹിച്ചു. MLAയുടെ 2013-14 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത്. വാർഡ് മെമ്പർ റാണി സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G രാധാമോഹൻ, തലവൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെടുവന്നൂർ സുനിൽ, R രജില തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പനാട് സമരം 2ാം ദിവസം പിന്നിടുന്നു. ഇടത് വലത് സംഘടനകളുടെ ജനപ്രതിനിധികൾ നിരാഹാര സമരത്തിൽ. അമ്പനാട് TR&T എസ്റ്റേറ്റ് സമരവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പരാജയം. മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചർച്ചയിൽ ഹാജരായില്ല. വിശ്വകർമ്മ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി BMS തൊഴിലാളി ദിനം ആചരിച്ചു. കിഴക്കൻ മേഖലയിൽ വിവിധ ഇടങ്ങളിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇടിമണികൾ ജുവലറി പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ, ദേവാ സ്റ്റാർ ഹോം പുനലൂർ, പുനലൂർ ഇലക്ട്രിക്കൽസ് പുനലൂർ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ.